സർവസംശയച്ഛേദാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. പതിവിന് വിപരീതമായി നമ്മളിന്ന് രാമായണത്തിലെ ഒരു ഭാഗമാണ് പ്രഭാഷണത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. രാമായണത്തെ അധികരിച്ച് സംസാരിക്കണം എന്നതിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം. അടുത്ത മാസം മുതൽ നമുക്ക് ആത്മോപദേശ ശതകം അത് തുടങ്ങും. ഇപ്പോൾ ഇന്ന് നമ്മൾ രാമായണത്തിലെ ഏത് ഭാഗമാണ് പ്രഭാഷണത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ദശരഥൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ഭരതൻ കൗസല്യയെ കാണാൻ വരികയാണ്. ഭരതൻ കൗസല്യയെ നമസ്കരിച്ചിട്ട് കണ്ണീർ വാർത്ത് കരയുകയാണ്. അമ്മേ, എൻ്റെ അമ്മ ചെയ്ത തെറ്റ്, ഈ കൊടുക്രൂരത, അതായത് രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണമെന്നും എന്നെ രാജാവായി വാഴിക്കണമെന്നും ഉള്ളത് എൻ്റെ അമ്മയായ കൈകേയി ചെയ്തതാണ്. ഞാൻ അതിന് ഉത്തരവാദിയല്ല. എനിക്കിങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്ന് തന്നെ അറിയില്ല. അതുകൊണ്ട് എന്നോട് മാപ്പാക്കണം. ഞാനാണ് അച്ഛൻ്റെ മരണത്തിന് കാരണം എന്നൊക്കെ കൗസല്യയോട് പറഞ്ഞ് കരയുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് അപ്പോൾ കൗസല്യാദേവി പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല, ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ, നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നിൻ്റെ അമ്മയാണ് ആ 2 വരങ്ങൾ ചോദിച്ചത്. അത് ദശരഥൻ നേരത്തെ തരാമെന്ന് പറഞ്ഞ വരങ്ങളാണ്. സമയം വരുമ്പം ചോദിച്ചോളാം. അങ്ങനെയാണ് ബുദ്ധിയുള്ളവർ ചെയ്യുന്നത്. ആരെങ്കിലും എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേണ്ട, ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം. അതാണ് ബുദ്ധി. കാരണം ഇപ്പോഴേ ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ കിട്ടത്തില്ലല്ലോ എന്ന് വെച്ച് ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത്. ചിലപ്പോൾ അദ്ദേഹം പിന്നെ പ്രത്യക്ഷപ്പെട്ടു എന്ന് വരില്ല. അതുകൊണ്ട് മനുഷ്യരാരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വേണ്ട, ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിക്കാം എന്ന് പറയുന്നതാവും ബുദ്ധി. യുദ്ധം പറഞ്ഞു പുണർന്നു ഗാഠമുത്തമാങ്കേ മുകർന്നാളതു കണ്ടവർ ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാരക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. ദോഷം നിനക്കേതുമില്ല എന്നറിഞ്ഞു ഞാൻ എന്ന് കൗസല്യ ഭരതനെ നോക്കി പറയുമ്പോൾ പറഞ്ഞു, നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് രാമനെ പോലെ തന്നെ പ്രിയപ്പെട്ടവനായാണ് ഭരതന്. ഈ 3 മാതാക്കൾക്കും 4 കുഞ്ഞുങ്ങളോടും തുല്യ സ്നേഹമാണ് ഉണ്ടായിരുന്നത്. ആ കുഞ്ഞുങ്ങളും, അതായത് രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരും, ഈ 3 പേരെയും, കൗസല്യ, കൈകേയി, സുമിത്ര, ഈ 3 പേരെയും മാതാക്കളായിട്ടാണ് കരുതിയിരുന്നത്. അപ്പോൾ നിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് ആലിംഗനം ചെയ്തു ഭരതനെ കൗസല്യ. ഗാഠം ഉണർന്നു, ചേർത്ത് പിടിച്ചു. ഉത്തമാങ്കേ മുകർന്നാൾ, നെറുകയിൽ ചുംബിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മൾ കുട്ടികളോടുള്ള വാത്സല്യം പ്രകടിപ്പിക്കുന്നത്. കുട്ടികളുടെ മൂർധാവിൽ, അല്ലെങ്കിൽ തല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്താണ്, നെറ്റി ഈ ഭാഗത്ത് മൂർധാവിലാണ് സാധാരണ കുഞ്ഞുങ്ങളെ വലിയവർ ചുംബിക്കുന്നത്. ഉത്തമാങ്കേ മുകർന്നാൾ അതു കണ്ടവർ, ഇത് കണ്ടു നിന്ന എല്ലാവരും വാവിട്ട് കരഞ്ഞു തുടങ്ങിനാർ. എല്ലാവരും അതിദയനീയമായ രീതിയിൽ കരയാൻ തുടങ്ങി. ഇങ്ങനെ ഒരു കൂട്ടക്കരച്ചിൽ കൊട്ടാരത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് കേട്ടിട്ട് കുലഗുരുവായ വസിഷ്ഠ മഹർഷി ഈ സ്ഥലത്തിലേക്ക് വരികയാണ്. വാവിട്ട് കരഞ്ഞു തുടങ്ങിനാരക്കഥ കേട്ട് വസിഷ്ഠ മുനീന്ദ്രനും. വസിഷ്ഠ മഹർഷിയും മന്ത്രിജനത്തോടു മൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും. മന്ത്രിമാരോടൊപ്പമാണ് വസിഷ്ഠ മഹർഷി ആ സ്ഥലത്തെത്തിയത്. അദ്ദേഹത്തെ സന്താപത്തോടെ ഭരതൻ തൊഴുതു.
രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും. പക്ഷേ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരൊഴുകുകയാണ്. തൻ്റെ അമ്മയാണല്ലോ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരി. അപ്പോൾ അത് തൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അമ്മ അത് ചെയ്തതെങ്കിലും പിതാവിൻ്റെ മരണത്തിന് താനും ഒരർത്ഥത്തിൽ കാരണക്കാരനായല്ലോ. ആ പാപത്തിൽ ഒരു പങ്ക് തനിക്കും ലഭിക്കുമല്ലോ എന്ന് വിചാരിച്ച് വളരെ ദുഃഖിതനായി തീർന്നു ഭരതൻ. അപ്പോൾ ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭരതനോട് വസിഷ്ഠ മഹർഷി പറഞ്ഞു. അതാണ് നമുക്ക് പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ട ഭാഗം. താത്വികമായ ഭാഗം മാത്രമേ. കഥ എല്ലാവർക്കും അറിയാം. രാമായണം, ഭാരതം, കഥയൊക്കെ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഭാരതദേശത്തിൽ ആരുമില്ല, എല്ലാവർക്കും അറിയാം. അതിലുള്ള താത്വികമായ അംശം അധ്യാത്മരാമായണം തുഞ്ചത്താചാര്യൻ എഴുതിയ തുഞ്ചത്താചാര്യൻ അധ്യാത്മരാമായണം എഴുതി എന്നല്ല, അദ്ദേഹം തർജ്ജമ ചെയ്യുക മാത്രമാണ് ചെയ്തത്. അധ്യാത്മരാമായണം എഴുതിയത് വാൽമീകി തന്നെയാണ്. സാധാരണ രാമായണമുണ്ട്, യോഗവാസിഷ്ഠ രാമായണം. അത് രാമന് വസിഷ്ഠ മഹർഷി ഉപദേശിക്കുന്നതാണ്. അതിൻ്റെയും രചയിതാവ് വാൽമീകി തന്നെയാണ്. പിന്നെ രാമായണങ്ങൾ പലതുണ്ട്. ആനന്ദരാമായണം, അദ്ഭുതരാമായണം, ശോകരാമായണം, ഇങ്ങനെ പല രാമായണങ്ങളുണ്ട്. അത് ആ രാമായണങ്ങളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഈ അധ്യാത്മരാമായണം. അതിൽ കൂടുതലും താത്വികമായ ഭാഗത്തിന് തത്വപരമായ ഒരു രചനയാണത്. അതിൽ കഥയ്ക്ക് വലിയ പ്രാധാന്യമില്ല. അപ്പോൾ ആ അധ്യാത്മരാമായണം വാൽമീകി എഴുതിയതാണ്. അതിൻ്റെ മലയാള തർജ്ജമയാണ് തുഞ്ചത്താചാര്യൻ ചെയ്തിട്ടുള്ളത്. തുഞ്ചത്താചാര്യൻ എഴുതിയതാണ് അധ്യാത്മരാമായണം എന്ന് പലർക്കും ഒരു ധാരണയുണ്ട്. അത് ശരിയല്ല. അധ്യാത്മരാമായണം വാൽമീകി രചിച്ചതാണ്. അതിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു തുഞ്ചത്താചാര്യൻ. അപ്പോൾ വസിഷ്ഠ മഹർഷി ഈ ഭരതനെയും മറ്റുള്ളവരെയും നോക്കി പറയുകയാണ്. ഖേദം മതി മതി കേളിതു കേവലം. ഖേദം മതി മതി കേളിത് കേവലം. ദുഃഖിച്ചത് മതി. എന്തിനാ അനാവശ്യമായിട്ട് കണ്ണീര് ഒഴിക്കുന്നത്? ദുഃഖിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇന്നേ വരെ ആർക്കും ഉണ്ടായിട്ടില്ല. മരിച്ചവരെ ഓർത്ത് ദുഃഖിക്കുന്നു, അപകടത്തിൽപ്പെട്ടവരെ കുറിച്ചോർത്ത് ദുഃഖിക്കുന്നു, ശരീരത്തിൽ രോഗം വന്നല്ലോ അല്ലെങ്കിൽ വേറെതെങ്കിലും അംഗഭംഗമോ ഒക്കെ വന്നവർ അവയൊക്കെ ഓർത്ത് ദുഃഖിക്കാറുണ്ട്. പക്ഷേ ഈ ദുഃഖം കൊണ്ട് ഇന്നേ വരെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. കുറച്ചു നേരം കരയാം, ബഹളം വയ്ക്കാം, മാറത്തടിക്കാം എന്നുള്ളതല്ലാതെ മരിച്ച വീട്ടിൽ ആളുകൾ കരയുന്നത് കൊണ്ട് ഒരിക്കലും മരിച്ചവർ വീണ്ടും ജീവനോടുകൂടി വന്നിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നാലും മനുഷ്യർ ദുഃഖിക്കുന്നു. കാരണം ആ ദുഃഖമെന്ന് പറയുന്നത് ഒരു ഹൃദയ ദൗർബല്യമാണ്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തവ എന്നാണ് അർജുനനെ നോക്കി കുരുക്ഷേത്ര ഭൂമിയിൽ കൃഷ്ണൻ പറഞ്ഞത്. ഈ ദുഃഖിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബലഹീനതയാണ്. ആ ദുഃഖത്തെ തരണം ചെയ്യാൻ കഴിയുന്ന മനസ്സാണ് ശക്തമായ മനസ്സ്. നമ്മൾ ദുഃഖിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. ദുഃഖിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ കരഞ്ഞു പോകും, ദുഃഖിച്ചു പോകും. അപ്പോൾ അത് ഒരു തരത്തിലുള്ള ദൗർബല്യമാണ് എന്നാണ് അർജുനനെ നോക്കി കൃഷ്ണൻ പറയുന്നത്. ആ ദൗർബല്യത്തെ ഉപേക്ഷിച്ചിട്ട് നല്ല ഒരു ആൺകൊച്ചിനെ പോലെ എഴുന്നേറ്റ് നിൽക്കൂ അർജുന എന്നാണ്. അപ്പം ആദ്യം ആ മനോബലം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഗീതോപദേശത്തിലൂടെ കൃഷ്ണൻ ചെയ്തത്. മനസ്സിന് ബലമുണ്ടെങ്കിൽ ശരീരത്തിന് ബലം തനിയേ വന്നോളൂ. മനസ്സ് തളർന്നു പോയാൽ ശരീരം അതിവേഗം തളരും. അതുകൊണ്ട് ശക്തിയുള്ള, അതായത് ഏത് പരിതസ്ഥിതിയിലും ദുഃഖിക്കാത്ത ഒരു മനസ്സിൻ്റെ ഉടമകളായി തീരാൻ നാം ശ്രമിക്കണം. അതാണ് വേണ്ടത്. ദുഃഖം വന്നു പോകുന്നുവല്ലോ എന്നുള്ളതാണ് പലരുടെയും പരാതി. എന്തുകൊണ്ട് ദുഃഖിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് ദുഃഖത്തിന് പരിഹാരം കണ്ടെത്താൻ വേഗത്തിൽ പറ്റും. ഒരു പ്രയാസവുമില്ല. എന്തുകൊണ്ട് ദുഃഖിക്കുന്നു എന്ന് ചോദിച്ചാൽ സത്യമറിയാത്തതുകൊണ്ട്. എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം? ഈശ്വരൻ മാത്രമാണ് സത്യം. ആ ഈശ്വരനിൽ കാണപ്പെടുന്ന ഭ്രമരൂപത്തിലുള്ള ഒരു ജഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊന്നും വാസ്തവമല്ല, ഇതൊക്കെ സ്വപ്ന സമാനം എന്നുള്ള സത്യം മനസ്സിലാക്കിയാൽ പിന്നെ ദുഃഖത്തിന് അവകാശമില്ല.
ഖേദം മതി മതി കേടിതു കേവലം. ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ ഭരത, ദുഃഖിച്ചത് മതി, ആദ്യം നിന്റെ കരച്ചിലൊന്ന് നിർത്തൂ, എന്നാലേ ഞാൻ പറയുന്നത് നിനക്ക് കേട്ട് മനസ്സിലാക്കാൻ കഴിയൂ. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ മർത്യ സുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്വാ യഥാവിധി യജ്ഞങ്ങളും ബഹു കൃത്വാ ബഹൂധന ദക്ഷിണയും മുദാ ദത്വാ ത്രിവിഷ്ടപം ഗത്വാ യഥാസുഖം. ദശരഥന്റെ മരണത്തെ ഓർത്താണല്ലോ എല്ലാവരും ദുഃഖിക്കുന്നത്. അത് ഒരു ദുഃഖകരമായ സംഭവമേ അല്ല. ഗംഭീരമായി ജീവിച്ച് അദ്ദേഹം ഇപ്പോൾ സ്വർഗത്തിലാണ് കഴിയുന്നത്. ഭൂമിയെക്കാളും ഉയർന്ന ഒരു സ്ഥാനമാണ് സ്വർഗം എന്നാണല്ലോ നമ്മുടെ വിശ്വാസം. അതുകൊണ്ടാണല്ലോ നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദശരഥൻ ഇപ്പോൾ സ്വർഗത്തിൽ സുഖമായി വാണുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഓർത്താണോ നിങ്ങൾ ദുഃഖിക്കുന്നത്, കരയുന്നത്? ഒരാവശ്യവുമില്ല. അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? വൃദ്ധൻ ദശരഥനായ രാജാധിപൻ. അദ്ദേഹത്തിന് കുറേ വയസ്സായി. ചിലർ പറയല്ലേ, ഓ മരിച്ച് 10 കൊല്ലം ആവാറായി എന്ന് പറഞ്ഞാൽ മരിക്കേണ്ട സമയം കഴിഞ്ഞു. ചില വയസ്സായ ആൾക്കാരെയൊക്കെ നോക്കി അങ്ങനെ നമ്മൾ പറയാറുണ്ട്, ഓ 10 ശ്രാദ്ധം നടത്താനുള്ള പ്രായമാണ് എന്ന് പറയുന്നത് പോലെ വയസ്സായി കഴിഞ്ഞാൽ മരിക്കും. അപ്പോൾ ഇപ്പോൾ ചെറുപ്പത്തിൽ മരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും ഒരു പ്രയാസം ഉണ്ടാവും. മറ്റേ കൊല്ലത്ത് ഒരു ഷോക്ക് അടിച്ച് ഒരു കുട്ടി മരിച്ചു പോയില്ലേ, മിഥുൻ. അതൊക്കെ നമുക്ക് അയ്യോ പാവം, ജീവിതത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല, അപ്പോഴാണ് നമുക്ക് മനസ്സിന് കൂടുതൽ വേദന ഉണ്ടാകുന്നത്. ഒരു 50 കഴിഞ്ഞാൽ മരിക്കാനുള്ള പ്രായമായി. എപ്പോഴെങ്കിലും മരിക്കാൻ പ്രത്യേകിച്ച് പ്രായമില്ല, പ്രത്യേകം കാരണവുമില്ല. ഇന്ന് രാവിലെയുള്ള ന്യൂസ് എന്താണ്? നവാസ് എന്ന നടൻ, അദ്ദേഹം മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു. കാരണം ഹൃദയസ്തംഭനം, ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം എന്തോ ആയിക്കോട്ടെ, ആൾ മരിച്ചില്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചിട്ട് എന്ത് കാര്യം? CBIക്കാരാണ് ഒരാളെ എങ്ങനെ കൊല്ലപ്പെട്ടു തുടങ്ങിയ ആ അന്വേഷണ ഏജൻസികളാണ് സാധാരണ ആ കാര്യമൊക്കെ അന്വേഷിക്കുന്നത്. അയ്യോ 51 വയസ്സേ ആയുള്ളൂ, നവാസ് എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചു, അദ്ദേഹത്തിൻ്റെ ആയുസ് തീർന്നു, പ്രാരബ്ധം അവസാനിച്ചു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ വൃദ്ധനായ ദശരഥനാണ് മരിച്ചിരിക്കുന്നത്. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ. എത്ര കൊല്ലമാണ് അദ്ദേഹം ചക്രവർത്തിയായി വാണത്? സത്യപരാക്രമൻ, ശരിക്കുള്ള പരാക്രമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നല്ല ബലശാലിയായിരുന്നു, വീരനും പരാക്രമിയുമായിരുന്നു. വിജ്ഞാനവീര്യവാൻ, നല്ല അറിവുള്ള വ്യക്തിയായിരുന്നു, വിവേകിയായിരുന്നു. മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്ത്വ, ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കേണ്ട സുഖങ്ങളൊക്കെ അദ്ദേഹം അനുഭവിച്ചിട്ടാണ് മരിച്ചു പോയിരിക്കുന്നത്. അതിന് മുമ്പേ മരിച്ചു പോയാൽ അയ്യോ പാവം, ഒന്നും അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ, പാവം, സുഖങ്ങളൊന്നും അനുഭവിക്കാതെ ജനിച്ച അന്ന് മുതൽ ദുഃഖത്തിൽ തന്നെ കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ശരി, കരയുന്നതിൽ അർത്ഥമുണ്ട്. ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. മർത്യസുഖങ്ങളും രാജഭോഗങ്ങളും, രാജകീയമായ സുഖഭോഗങ്ങൾ അനുഭവിച്ചിട്ടാണ് അദ്ദേഹം യാത്രയായത്. ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വ, സുഖഭോഗങ്ങളൊക്കെ വേണ്ടുവോളം അനുഭവിച്ചു. എത്രയോ യാഗങ്ങൾ, യജ്ഞങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ ധാരാളം പുണ്യം സമ്പാദിച്ചതിന് ശേഷമാണ് അദ്ദേഹം അന്തരിച്ചത്, അല്ലെങ്കിൽ ദിവംഗതനായത്. ബഹുധന ദക്ഷിണയും മുത, ധാരാളം ധനം യാഗത്തിൻ്റെയും യജ്ഞത്തിൻ്റെയും പേരിൽ അദ്ദേഹം ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ദാനകർമ്മങ്ങളുടെയൊക്കെ പുണ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കൃത്വാ ബഹുധന ദക്ഷിണയും മുത ദത്വാ ത്രിവിഷ്ടവം ഗത്വാ യഥാസുഖം. അങ്ങനെ ധാരാളം പുണ്യം സമ്പാദിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ സ്വർഗത്തിൽ കഴിയുന്നത്. പുണ്യം ചെയ്തവർക്കാണ് സ്വർഗം ലഭിക്കുക, പാപികൾക്ക് നരകമാണ് ലഭിക്കുക എന്നാണ് സങ്കല്പം. അപ്പം അങ്ങനെ 2 ലോകങ്ങളുണ്ടോ? ഇപ്പോൾ ലോകങ്ങളുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരു മറുചോദ്യം ചോദിക്കാം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകമുണ്ടോ? ഭൂലോകം എന്നൊന്നുണ്ടോ? ഉണ്ടെന്നാണ് ഭൂലോകവാസികളായ നമ്മൾ പറയുന്നത്, അല്ലേ? മറ്റു ലോകങ്ങൾ അതൊക്കെ കെട്ടുകഥയാണ്, സാങ്കല്പികമാണ് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. ഇപ്പോൾ
ഒരു വിദൂര ഗ്രഹത്തിൽ താമസിക്കുന്ന ജീവികൾ. ഭൂലോകം എന്നൊന്നില്ല, ഭൂവാസികൾ ആരും തന്നെ ഇല്ല. ഭൂലോകം എന്നുള്ളത് സാങ്കല്പികമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ? അതുപോലെ തന്നെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പം നമ്മുടെ അനുഭവ മണ്ഡലത്തിലില്ലാത്തത്, നമ്മുടെ ഇന്ദ്രിയ മനസ്സുകൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശം നമുക്കില്ല. അതാദ്യം മനസ്സിലാക്കുക. എന്തിനേയും കെട്ടുകഥ, അസംബന്ധം എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം. ഇനി അങ്ങനെ അവർ പറയുന്നത് ശരിയാണെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. എന്താണ് സ്വർഗം? നമ്മൾ സുഖം അനുഭവിക്കുന്ന നിമിഷങ്ങളിലൊക്കെ നമ്മൾ സ്വർഗത്താണ് കഴിയുന്നത്. എപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് ദുഃഖിക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ നരകത്തിലുമാണ് കഴിയുന്നത്. ഈ വിശദീകരണം ഒരുവിധം എല്ലാവർക്കും അംഗീകാര്യമാണ്, സ്വീകാര്യമാണ് എന്ന് തോന്നുന്നു അല്ലേ? ദുഃഖിക്കുന്നത്, സ്വർഗത്തിൽ സുഖമാണല്ലോ, നരകത്തിൽ ദുഃഖവും. അപ്പോൾ സുഖിക്കുന്ന നിമിഷങ്ങളൊക്കെ നമ്മൾ സ്വർഗത്തിൽ കഴിയുന്നു, ദുഃഖിക്കുന്ന നിമിഷങ്ങളൊക്കെ ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിക്കുന്ന വേളകളിൽ നമ്മൾ നരകത്തിൽ കഴിയുന്നു എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. ദത്വാ ത്രിവിഷ്ടവം ഗത്വാ യഥാസുഖം. ത്രിവിഷ്ടവം സ്വർഗം. സ്വർഗത്തിൽ അദ്ദേഹം എത്തി വളരെ സുഖമായിട്ട് അവിടെ കഴിയുകയാണ്. ലബ്ധ്വാ പുരന്തരാർദ്ധാസനം ദുർലഭം. അവിടെ ചെന്നിട്ട് അദ്ദേഹം എവിടെയാ കഴിയുന്നത്? അവിടെ ഏതെങ്കിലും ലോഡ്ജിൽ മുറിയെടുത്ത് കഴിയുകയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. സ്വർഗത്തിൽ ദേവേന്ദ്രൻ്റെ സിംഹാസനം, അതിൻ്റെ ദേവേന്ദ്രനോടൊപ്പം സിംഹാസനത്തിൻ്റെ പകുതി ദശരഥന് വേണ്ടി മാറ്റി വച്ചിരിക്കുകയാണ് ദേവേന്ദ്രൻ. ഇതിൽ പരം സൗഭാഗ്യം വേറെന്തുണ്ട്? ഇന്ദ്രനോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കാൻ കഴിയുക, അതായത് പകുതി ദേവേന്ദ്രനായി ജീവിക്കുക. അപ്പോൾ അത്ര കണ്ട് പുണ്യം ദശരഥൻ ചെയ്തിരിക്കുന്നു. പുരന്തരൻ ഇന്ദ്രൻ, പുരന്തര അർദ്ധാസനം. അർദ്ധാസനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ പകുതി ഒപ്പം ഇരുത്തിയിരിക്കുകയാണ് ഇന്ദ്രൻ ദശരഥനെ. അത് അത്യന്തം ദുർലഭമായ ഒരു ഭാഗ്യമാണ്. അത് ദശരഥന് ലഭിച്ചിരിക്കുന്നു. വസിഷ്ഠ മഹർഷി തൻ്റെ ജ്ഞാനദൃഷ്ടിയിലൂടെ ദശരഥൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയെ കണ്ടിട്ട് ഭരതാദികളോട് പറയുകയാണ്. വന്ദ്യനായി വൃത്രാരിമുഖ്യത്രിദശൗഘവന്ദ്യനായി ഇരിക്കുന്നതിനെന്ത് നീ ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിയിടുന്നു. വൃത്രാരി മുഖ്യൻ. വൃത്രാരി വൃത്രനെ കൊന്നവൻ, ദേവേന്ദ്രൻ എന്നർത്ഥം. ദേവേന്ദ്രൻ മുഖ്യനായിട്ടുള്ള ദേവഗണങ്ങൾക്കൊക്കെ വന്ദ്യനാണ്, ആരാധ്യനാണ്. അവർ പോലും ദശരഥനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അങ്ങനെ എല്ലാവരാലും വന്ദ്യനായി ആനന്ദമോടിരിക്കുന്നതിന് അദ്ദേഹം അവിടെ പരമ സൗഖ്യമായി കഴിയുകയാണ്. അതിനെന്ത് നീ ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിടുന്നു. നീ തല കുമ്പിട്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ച് എന്തിനാണ് ഇരിക്കുന്നത്? ആരെ ഓർത്താണ് ദുഃഖിക്കുന്നത്? ദുഃഖിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം വളരെ ഹാപ്പിയാണ്, ഹരിഹരൻപിള്ള ഹാപ്പിയാണെന്ന് പറഞ്ഞ പോലെ അദ്ദേഹം നല്ല പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിൽ കഴിയുകയാണ് ഇന്ദ്രൻ്റെ ഒപ്പം. പിന്നെ ആരെ ഓർത്താണ് നീ കണ്ണീർ പൊഴിക്കുന്നത്? നേത്രാമ്പു കണ്ണീർ, കണ്ണിൽ നിന്ന് വരുന്ന ജലം എന്നർത്ഥം. അത് തന്നെയാണ് കണ്ണീർ. എന്തിനാ നീ കരയുന്നത്? ഇനി ആത്മാവ് എന്നുള്ള ഒരു സത്യത്തെ നമ്മൾ അംഗീകരിച്ചാൽ ഇവിടെ ആരും തന്നെ മരിക്കുന്നില്ല. ശരീരം മാത്രമാണ് മരിക്കുന്നത്. ആത്മാവ് അമരമാണ്. അതിനെ ജരാനരകൾ ഒന്നും ജീവിച്ചിരിക്കുമ്പോൾ ബാധിക്കുന്നില്ല. അതിന് മരണവുമില്ല. അത് അമരമായ തത്വമാണ്. ആ ആത്മതത്വത്തെ വിവരിച്ച് കേൾപ്പിക്കുകയാണ്. കാരണം അതാണ് സത്യം. സത്യത്തെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് ശാന്തമാകുന്നത്. ദുഃഖങ്ങളിൽ നിന്ന് കരകയറാൻ നമ്മെ സഹായിക്കുന്നത് സത്യത്തെക്കുറിച്ചുള്ള അറിവാണ്. എന്താണ് വസ്തുത? ഭ്രമത്തെ സത്യമെന്ന് കരുതി ജീവിക്കുന്നതാണ് സകല ദുഃഖങ്ങൾക്കും കാരണം. ഇല്ലാത്തത് മായയായിട്ട് മനസ്സിലാക്കുക. സത്യം എന്താണ്
അതും മനസ്സിലാക്കുക. ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് തുടങ്ങുകയാണ്. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരൂപമാൻ അവ്യയേനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗത്കാരണൻ. ശുദ്ധൻ ആത്മാ. ഈ ആത്മാവെന്ന് പറയുന്നത് അത്യന്തം പവിത്രമായ മംഗളമായ തത്വമാണ്. ജന്മനാശാദിവർജിതൻ. ജന്മം, നാശം തുടങ്ങിയവ ആത്മതത്വത്തിനില്ല. അത് സ്ത്രീ പുരുഷ നപുംസകങ്ങൾക്കപ്പുറത്താണ്. നമുക്ക് 3 ലിംഗങ്ങളാണ് സാധാരണ ഉള്ളത്. മനുഷ്യരിൽ ബഹുഭൂരിഭാഗവും സ്ത്രീകളോ പുരുഷന്മാരോ ആയിരിക്കും. അല്ലാതെ നപുംസകം, നമ്മളിപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്നില്ലേ, ആണും പെണ്ണും കെട്ടവരും നമ്മൾ പറയുന്നില്ല, അങ്ങനെയുള്ളവർ ഒരു ചെറിയ ശതമാനം ഉണ്ടാകും. ഈ 3 തരത്തിലുള്ള ലിംഗഭേദങ്ങളും ആത്മതത്വത്തിലില്ല. ശരീരത്തിലാണ് ലിംഗഭേദം. ആത്മാവിന് ശരീരം തന്നെ ഇല്ല. ആകാശത്തിനും വായുവിനുമൊക്കെ ലിംഗഭേദമുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ സൂക്ഷ്മതത്വങ്ങളാണ്. അതുപോലെ ഈ ആത്മാവ് സൂക്ഷ്മതത്വമായിരിക്കുന്നത് കൊണ്ട് ജന്മം, നാശം തുടങ്ങിയവ ആത്മാവിനില്ല. നിത്യൻ നിരുപമൻ അവ്യയൻ അദ്വയൻ. നിത്യൻ ശാശ്വതൻ, എന്നും നിലനിൽക്കുന്നവൻ. അത് തന്നെയാണ് മരിക്കാത്തവൻ, അമരൻ എന്നൊക്കെ പറയുന്നത്. നിരുപമൻ, ഉപമിക്കാൻ പറ്റാത്തവൻ. ഈ ആത്മാവിനെ പോലെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിരുപമം. ഇതിന് തുല്യമായി മറ്റൊന്നുമില്ല. ഇതിനെ ഉപമകളിലൂടെ വർണ്ണിക്കാൻ സാധ്യമല്ല. അവ്യയൻ, ഒരു തരത്തിലുള്ള ക്ഷയമോ ക്ഷീണമോ ഈ ആത്മാവിനില്ല. അദ്വയൻ, രണ്ടില്ലാത്തവൻ. ഈ ആത്മാവിനെ പോലെ അദ്ദേഹം അതുമാത്രമേ ഉള്ളൂ. ആത്മവിലക്ഷണമായിട്ട് വേറൊന്നുണ്ടായിക്കൂടെ എന്ന് ചോദിച്ചാൽ ആത്മവിലക്ഷണമായത് ഇല്ലാത്തതായിരിക്കും. കാരണം സത്ത് സ്വരൂപമായിട്ട്, ഉണ്മ നിലനിൽപ്പ് സ്വരൂപമായിട്ടുള്ളത് ആത്മാവ് മാത്രമാണ്. അപ്പോൾ ആത്മഭിന്നമായി മറ്റൊന്നുണ്ട് എന്ന് കരുതിയാൽ അത് സത്തിന് വിപരീതമായിരിക്കും. സത്തിന് വിപരീതം എന്ന് പറഞ്ഞാൽ അസത്തായിരിക്കും. അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്, മിഥ്യയായിരിക്കും, ഭ്രമമായിരിക്കും. ഇങ്ങനെ ഏത് വീക്ഷണകോണിലൂടെ നോക്കിയാലും ആത്മാവ് മാത്രമാണ് സത്യമായിട്ടുള്ളത്. ആത്മാവിൽ 2 എന്നുള്ള ആശയത്തിന് പ്രസക്തിയില്ല. അതുപോലെ അത് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് നിരുപമൻ എന്ന് പറഞ്ഞതിൻ്റെയും അർത്ഥം. സത്യസ്വരൂപൻ സകല ജഗന്മയൻ. സത്യം സ്വരൂപമായിട്ടുള്ളതാണ് ഈ ആത്മതത്വം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിന് അഴിവില്ല, നാശമില്ല. സകല ജഗന്മയൻ, എല്ലാ ജഗത്തുക്കളുമായും കാണപ്പെടുന്നത് ഈ ആത്മാവാണ്. ആത്മാവിൽ ഭ്രമരൂപത്തിൽ പൊന്തിയതാണ് പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ച രൂപത്തിൽ പ്രതിഭാസിക്കുന്നത് ഈ ആത്മാവ് തന്നെയാണ്. ദേഹമത്യർത്ഥം ജഡം ക്ഷണാഭംഗുരം മോഹൈക കാരണം മുക്തി വിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തേ വിചാരിച്ചു കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതീനവകാശമില്ലേതുമേ ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം. ദേഹം അത്യർത്ഥം ജഡം. ഏത് ജീവിയുടെ ശരീരവും ജഡമാണ്. ജഡം എന്ന് പറഞ്ഞാൽ അചേതനം, ജീവനില്ലാത്തത്. അല്ല, ജീവികളുടെ ശരീരം ചലിക്കുന്നുണ്ടല്ലോ, അതിന് കാരണം ഉള്ളിലിരിക്കുന്ന പ്രാണനാണ്. ജീവൻ അല്ലെങ്കിൽ പ്രാണൻ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത് കൊണ്ടാണ് അചേതനമായ ശരീരം നടക്കുകയും വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നത്, കർമ്മങ്ങൾ ചെയ്യുന്നത്. ശവശരീരം ഒരു കർമ്മവും ചെയ്യില്ല. എന്തുകൊണ്ട്? അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാണൻ വേർപെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഈ ശരീരത്തിനുള്ളിൽ പ്രാണശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും ശരീരം ജഡം തന്നെയാണ്. ഇലക്ട്രിക് ബൾബ് പോലെയാണ്, അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റ് പോലെയാണ്. ബൾബ് എപ്പോഴും പ്രകാശമില്ലാത്തതാണ്. പക്ഷേ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ബൾബിൽ നിന്ന് പ്രകാശം പുറത്തേക്ക് വരും. അപ്പോൾ ആ പ്രകാശം വൈദ്യുതി കാരണമായിട്ടുണ്ടാകുന്നതാണ്. അല്ലാതെ ബൾബിന് ഒരിക്കലും പ്രകാശം സ്വന്തമായിട്ടില്ല. ഇതുപോലെ പ്രാണൻ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, ആ പ്രാണശക്തി ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ്
ശരീരം ചേതനം എന്ന പോലെ കാണപ്പെടുന്നത്. അത് ജീവനോടുകൂടി ഇരുന്നാലും മരിച്ചാലും ശരീരം എന്നുള്ളത് എപ്പോഴും ജഡം തന്നെയാണ്. പ്രാണൻ പ്രവർത്തിക്കുമ്പോൾ, ശരീരത്തിൽ പ്രാണശക്തി ഉള്ളപ്പോൾ അത് സചേതനം പോലെ കാണപ്പെടുന്നു. അതാണ് ദേഹം അത്യർത്ഥം ജഡം. അങ്ങേയറ്റം ജഡമാണ് ഈ ശരീരം. ക്ഷണഭംഗുരം, ക്ഷണനേരം കൊണ്ട് നശിച്ചു പോകുന്നത്. ഈ ക്ഷണനേരം കൊണ്ട് നശിക്കുന്നില്ലല്ലോ. നശിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ മരിക്കുക, പ്രാണൻ ശരീരത്തിൽ നിന്ന് വേർപെടുക എന്നർത്ഥം. ഒരാൾക്ക് മരിക്കാൻ എത്ര സമയം വേണം? ശരീരത്തിൽ നിന്ന് പ്രാണൻ പുറത്ത് കിടക്കാൻ എത്ര സമയം വേണം? ഠിം, കഴിഞ്ഞു. ആശുപത്രിയിൽ ചിലപ്പോൾ മാസങ്ങളോളം കിടക്കുമായിരിക്കും. വെന്റിലേറ്ററിൽ ഒരു 3-4 മാസം അയാളെ വെച്ചിട്ടും ഉണ്ടാകും. പക്ഷെ പ്രാണൻ പുറത്തേക്ക് കിടക്കാൻ അര സെക്കൻഡ് പോലും ആവശ്യമില്ല. അകത്തും പുറത്തുമായി വന്നു പോയിക്കൊണ്ടിരുന്ന പ്രാണൻ പെർമനൻ്റായിട്ട് പുറത്തേക്ക് കിടക്കുന്നു. പിന്നെ അത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ പ്രാണൻ അകത്തും പുറത്തുമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പോയ പ്രാണൻ വീണ്ടും ഉള്ളിലേക്ക് വരുന്നില്ല. അപ്പോൾ മരിക്കാൻ അധികം സമയം വേണ്ട. മരിക്കാൻ പ്രായമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മരിക്കാൻ ഇത്ര വയസ്സായാലേ മരിക്കാൻ പാടുള്ളൂ, അങ്ങനെ നിയമമൊന്നുമില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്, ബാലന്മാർ മരിക്കുന്നുണ്ട്, യുവാക്കൾ മരിക്കുന്നുണ്ട്, മധ്യവയസ്കരും മരിക്കുന്നുണ്ട്. മധ്യവയസ്കർ എന്ന് പറഞ്ഞാൽ മദ്യം സേവിക്കുന്ന വയസ്സായ ആൾക്കാർ. മധ്യവയസ്കർ എന്ന് പറഞ്ഞാൽ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും മരണം കോമൺ ആണ്. ദേഹം അത്യർത്ഥം ജഡം ക്ഷണഭംഗുരം. എപ്പോൾ വേണമെങ്കിലും ഇത് നഷ്ടമാകാം, എപ്പോൾ വേണമെങ്കിലും ജീവൻ പോകാം. ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും മരിക്കാം. പാതിരാത്രി മരിക്കാം, രാവിലെ മരിക്കാം, ഉച്ചയ്ക്ക് മരിക്കാം, വൈകുന്നേരം മരിക്കാം, ഓഫീസിൽ വെച്ച് മരിക്കാം, നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കാം, ട്രെയിനിൽ വെച്ചോ ബസ്സിൽ വെച്ചോ ഫ്ലൈറ്റിൽ വെച്ചോ എവിടെ വെച്ച് വേണമെങ്കിലും ഒരാൾക്ക് മരിക്കാം. അതിന് പ്രത്യേകിച്ച് നിയമം ഒന്നുമില്ല. അതുകൊണ്ട് ഇത് നശ്വരമാണ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് നശ്വരമാണ്. ഈ പുറത്തേക്ക് പോകാൻ വെമ്പുന്ന പ്രാണനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അത് പുറത്തു പോയാൽ പോയത് തന്നെ. മോഹൈക കാരണം മുക്തി വിരോധകം. മോഹത്തിന് കാരണമാണ് ഈ ശരീരം. സ്ത്രീ പുരുഷന്മാർ ശരീരത്തെ കണ്ട് മോഹിച്ചാണല്ലോ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത്, അല്ലേ? പുരുഷനായാലും സ്ത്രീയായാലും കല്യാണ ആലോചന നടത്തുമ്പോൾ കുട്ടിയുടെ ഫോട്ടോ വേണം. ഇപ്പം പിന്നെ വാട്സപ്പിലാണല്ലോ ഫോട്ടോ ഒക്കെ അയക്കുന്നത്. അതുപോലെ ആ കുട്ടിയും തൻ്റെ ഭർത്താവ്, വരാൻ പോകുന്ന ഭർത്താവ്, തൻ്റെ ഭർത്താവാകാനുള്ള ആ വ്യക്തി എങ്ങനെയുണ്ട്? ഇവരെന്തിനെയാ കാണുന്നത്? ഉദ്യോഗവും മറ്റ് കുടുംബ മഹിമയും ഒക്കെ പിന്നീടാണ്. ആദ്യം കണ്ടിട്ട് ഇഷ്ടപ്പെടണം. ആദ്യം കാണട്ടെ അവർ. ആ സ്ത്രീയും പുരുഷനും പരസ്പരം കാണട്ടെ. വീഡിയോ കോളിൽ വരട്ടെ. വീഡിയോ കോളിലോ അല്ലെങ്കിൽ നേരിട്ടോ എങ്ങനെയെങ്കിലും ആ ചെറുക്കനും പെണ്ണും തമ്മിൽ കാണട്ടെ. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ മറ്റു കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എന്ന് പറഞ്ഞാൽ സ്ത്രീധനം മുതലായ കാര്യങ്ങൾ. സ്ത്രീധനം വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ നിയമവിരുദ്ധമാണ് എന്നറിയാവുന്നവർ തന്നെയാണ് സ്ത്രീധനം ആവശ്യപ്പെടുന്നതും സ്ത്രീധനം കൊടുക്കുന്നത് നിവൃത്തികേട് കൊണ്ടാണ്. സ്ത്രീധനം വാങ്ങിക്കുന്നത് പണത്തിലുള്ള കൊതി കൊണ്ടുമാണ്. ഈ സ്ത്രീധനം എന്നുള്ള വാക്ക് സ്ത്രീക്ക് പുരുഷൻ കൊടുക്കുന്ന ധനമെന്നാണ്. പണ്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മഹാലക്ഷ്മിയെ പോലെയുള്ള ഒരു സ്ത്രീ തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അതിന് പകരമായി ആ വധുവിൻ്റെ വീട്ടുകാർക്ക് വരന്മാർ നൽകിയിരുന്ന തുകയാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. തുകയോ ആഭരണങ്ങളോ സ്ത്രീക്ക് പകരം കൊടുക്കുന്ന ധനമെന്നാണ്. ഇപ്പോഴെന്താണ്? സ്ത്രീയെയും കൊടുത്ത് ധനത്തെയും കൊടുക്കണം. ഇതാണ് സാക്ഷരത. വിവേകം, സാക്ഷരത,
വകതിരിവ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. സ്ത്രീയും കൊടുത്ത് പണവും കൊടുത്താലേ കല്യാണം നടത്താൻ പറ്റൂ. അപ്പോൾ സ്ത്രീ പുരുഷന്മാർ മോഹിതരാകുന്നത് ഈ ബാഹ്യരൂപത്തിലാണ്. അതാണ് മോഹൈക കാരണം എന്ന് പറഞ്ഞത്. മോഹത്തിന് കാരണമായിട്ടുള്ളതാണ് ഈ ശരീരം. വയസ്സായ ആൾക്കാരെ ആരും ശ്രദ്ധിക്കാറില്ല. ചെറുപ്പക്കാരാണ് എല്ലാവർക്കും മോഹം. യുവാക്കൾ യുവതികളെയും യുവതികൾ യുവാക്കളെയും നോക്കുന്നു. വിമൻസ് കോളേജിൻ്റെ മുമ്പിൽ കാവൽ കിടക്കുന്ന എത്ര കുട്ടികളുണ്ട്, കോളേജിലും മറ്റുമൊക്കെ പഠിക്കുന്ന കോളേജ് കുമാരന്മാർ. എന്താണ്? ഓരോ പ്രായത്തിൽ ശരീരത്തിൽ ഓരോ തരത്തിലുള്ള ഹോർമോൺ ചേഞ്ച് ഉണ്ടാകും. ആ സമയത്ത് എതിർലിംഗത്തോട് ഒരു ആകർഷണം തോന്നും. അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, രണ്ടുപേർക്കും അങ്ങനെ തന്നെ. പുരുഷന്മാർ പെട്ടെന്ന് ആ ആഗ്രഹത്തെ അവർ പ്രകടിപ്പിക്കും, സ്ത്രീകൾ പ്രകടിപ്പിക്കാറില്ല, ഉള്ളിലൊതുക്കും. അത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി അങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് നല്ല ധൈര്യമാണ്. നേരിട്ട് ചെന്ന് തനിക്കിഷ്ടമുള്ളൊരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് ഐ ലവ് യു എന്നങ്ങ് പറയും. ഈ പ്രേമക്കത്തൊക്കെ കൊടുക്കുന്നത് അതൊക്കെ പഴഞ്ചൻ സമ്പ്രദായമാണ്. അതൊക്കെ പോയി. പഴയ പ്രേംനസീറിൻ്റെ സിനിമയിലൊക്കെ നോട്ട് ബുക്കിൻ്റെ അകത്ത് പ്രേമലേഖനം എഴുതി കൊടുക്കുന്നത് അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി. നേരിട്ട് എന്ന് പറയും, ഡേയ് നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണോ, നമുക്ക് വിവാഹം കഴിക്കാം. ഇങ്ങനെ ഓപ്പണായിട്ട് ബോൾഡായിട്ട് ഇപ്പം നേരിട്ടാണ് പറയുന്നത്. ഒരു കണക്കിന് കൊള്ളാം. ചുമ്മാ ഈ പുസ്തകത്തിൻ്റെ ഇടയ്ക്കും ഇതൊക്കെ വെച്ച് അവസാനം ആ പ്രേമലേഖനം അധ്യാപകന്മാരുടെയോ മറ്റു കുട്ടികളുടെയോ കയ്യിൽപ്പെട്ടാൽ എന്തായിരിക്കും കഥ? അതുകൊണ്ട് ഒരു കണക്കിന് ഉള്ളിലുള്ള പ്രേമം നേരിട്ട് തുറന്ന് പറയുന്നത് തന്നെയാണ് നല്ലത്. മറ്റേ ആൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അപ്പം തന്നെ ഡ്രോപ്പ് ചെയ്യാമല്ലോ, വേറൊരാൾ അന്വേഷിച്ച് പോകാമല്ലോ, അങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ ഇത് മോഹത്തിന് കാരണമായ ഒന്നാണ്. എന്താ? ശരീരം. മുക്തി വിരോധകം, മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്നത് ഈ ശരീരമാണ്. ദേഹാത്മബോധം എന്ന് വേദാന്ത ശാസ്ത്രത്തിൽ പറയും. ശരീരത്തെ താനാണെന്ന് കരുതി ജീവിക്കുക. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്നോ, നേരെ ചെന്ന് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കും, ഒരു രൂപം കാണും, ഈ ശരീരം ഇത് തന്നെ ഞാൻ എന്നല്ലേ എല്ലാവരും കരുതുക. ഈ ശരീരത്തിൽ നിന്ന് വിഭിന്നമായ ഒരു അസ്തിത്വം നമുക്കുണ്ടെന്ന് വേദാന്ത ശാസ്ത്രം പഠിച്ചവർക്ക് പോലും ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഇത് ദേഹാത്മബോധത്തിന് കാരണം ദേഹമാണ്. ദേഹത്തെ ആത്മാവാണെന്ന് എന്തുകൊണ്ട് തെറ്റിദ്ധരിക്കുന്നു? ശരീരം ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ ആ ശരീരം എന്നുള്ളത് മോക്ഷത്തിന് വിഘാതമായി തടസ്സമായി നിൽക്കുന്ന ഒന്നാണ്. ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ. ഈ ശരീരം എന്ന് പറയുന്നത് അല്പം പോലും ശുദ്ധിയില്ലാത്തതാണ്. ശരീരത്തിൽ പ്രധാനമായും സ്ത്രീയുടെ ശരീരമായാലും പുരുഷൻ്റെ ശരീരമായാലും നവദ്വാരങ്ങളുണ്ടെന്നാണ്. 9 ദ്വാരങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ട്. ഏതൊക്കെയാണ് ആ 9 ദ്വാരങ്ങൾ? മുകളിൽ നിന്ന് താഴേക്ക് വരാം. സാധാരണ താഴെ നിന്ന് മുകളിലേക്ക് പോവുകയാണ്. ശ്രേഷ്ഠമായതൊക്കെ മുകളിലാണല്ലോ. അതുകൊണ്ട് മുകളിൽ നിന്ന് ഞാൻ താഴേക്ക് വരാം, അവരോഹണ ക്രമത്തിൽ വരാം. 9 ദ്വാരങ്ങൾ ഏതൊക്കെ? 2 കണ്ണുകൾ, 2 ചെവികൾ, മൂക്കിൻ്റെ 2 ദ്വാരങ്ങൾ, 6 വായ, 7 പിന്നെ മലമൂത്രങ്ങൾ വിസർജിക്കപ്പെടുന്ന ആ 2 ദ്വാരങ്ങൾ, 7 2 9. ഇങ്ങനെ 9 വാതിലുകൾ അല്ലെങ്കിൽ 9 ദ്വാരങ്ങളുള്ള ഒരു പട്ടണത്തിലാണ് ഓരോ ജീവനും കഴിയുന്നത്. ഈ 9 ദ്വാരങ്ങളുള്ള ശരീരത്തിലാണ് പ്രാണൻ അകത്തും പുറത്തുമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 9 സുഷിരങ്ങളുള്ള ഒരു ബലൂണിൽ കാറ്റ് എങ്ങനെ തങ്ങി നിൽക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. 9 ദ്വാരങ്ങളുള്ള ബലൂൺ, അതിനകത്ത് കാറ്റ് തങ്ങിയിരിക്കുന്നത് പോലെയാണ് ഒരു വ്യക്തി 50, 60, 70 കൊല്ലം മരിക്കാതെ ജീവിക്കുന്നത്. അപ്പോൾ ജീവിക്കുന്നതിലാണ് നമുക്ക് ആശ്ചര്യം തോന്നേണ്ടത്, മരിച്ചു പോകുന്ന കാര്യത്തിലല്ല. 9 ദ്വാരങ്ങളുള്ള ഈ ശരീരത്തിൽ ഇത്രയും കാലം പ്രാണൻ എങ്ങനെ അകത്തും പുറത്തുമായി സഞ്ചരിച്ചു കൊണ്ടിരുന്നു? അതിനെ ഓർത്ത് അത്ഭുതപ്പെടൂ. ആഹ്ലാദിപ്പിൻ ആഹ്ലാദിപ്പിൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുന്നത് ആണ് അത്ഭുതം, മരിക്കുന്നതല്ല. ആ 9 ദ്വാരത്തിൽ ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ പ്രാണൻ പുറത്തു പോകും.
ചിലർക്ക് കണ്ണിലൂടെയായിരിക്കും പ്രാണൻ പുറത്തു പോവുക, ചിലർക്ക് മൂക്കിലൂടെ, ചിലർക്ക് വായിലൂടെ. വായിലൂടെ പ്രാണൻ പോകും, വായൊക്കെ ഇങ്ങനെ കോട്ടും, കണ്ടിട്ടുണ്ടോ? വായിങ്ങനെ. അപ്പം തന്നെ അതിനെ നേരെയാക്കി പഴയ പൊസിഷനിലാക്കി വെച്ചിരുന്നില്ല, ഇല്ലെങ്കിൽ ഭീകരമായിരിക്കും ആ കാഴ്ച. ഇങ്ങനെ 9 ദ്വാരത്തിൽ ഏത് ദ്വാരത്തിലൂടെ വേണമെങ്കിലും പ്രാണൻ പുറത്ത് കിടക്കാം. ആ ദ്വാരം എത്ര കണ്ട് താഴ്പോട്ട് വരുന്നോ അത്ര കണ്ട് നീചയോനികളിൽ ജനിക്കേണ്ടി വരും. ശ്രേഷ്ഠമെന്ന് പറയുന്നത് കണ്ണിലൂടെ, മൂക്കിലൂടെ, ചെവിയിലൂടെ, അതായത് ഈ കഴുത്തിന് മുകളിലുള്ള ഏതെങ്കിലും ദ്വാരത്തിലൂടെ പ്രാണൻ പുറത്ത് കിടന്നാൽ സാമാന്യം തരക്കേടില്ലാത്ത ഒരു ജന്മം അയാൾക്ക് വീണ്ടും ലഭിക്കും. കഴുത്തിന് താഴെ വേറെ ദ്വാരങ്ങളൊന്നുമില്ല. അരയ്ക്ക് താഴെയുള്ള 2 ദ്വാരങ്ങളേ ഉള്ളൂ, മലമൂത്ര വിസർജനത്തിനായുള്ള ദ്വാരങ്ങൾ. ആ ദ്വാരങ്ങളിലൂടെയാണ് പ്രാണൻ പോകുന്നതെങ്കിൽ നീചയോനികളിൽ ജനിക്കേണ്ടി വരും എന്നാണ് ശാസ്ത്രം പറയുന്നത്. നിങ്ങൾക്കിത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, എന്ത് വേണമെങ്കിലും അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ ശരീരം ശുദ്ധിവിഹീനം എന്നാണ് പറയുന്നത്. അല്പം പോലും ശുദ്ധി ഈ ശരീരത്തിലില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ശരീരത്തിനകത്ത് പ്രധാനമായിട്ട് 9 ദ്വാരങ്ങളുണ്ട്. ആ 9 ദ്വാരങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വസ്തുക്കളുടെ നിലവാരം പരിശോധിച്ചാൽ മതി. കണ്ണിൽ നിന്ന് രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ കണ്ണിലിങ്ങനെ പറ്റിയിരിക്കുമല്ലോ, അതിന് പീളാന്നെന്തോല്ലേ പറയുന്നത് കണ്ണിൽ. മൂക്കിൽ നിന്ന് ജലദോഷമൊക്കെ വരുമ്പോൾ, ജലദോഷമൊന്നും അല്ലാതെ തന്നെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വായിൽ ഉമിനീര്, ചെവിയുടെ ഉള്ളിൽ നിന്ന് ചെവിക്കായം. ഈ അകത്തുനിന്ന് പുറത്ത് വരുന്ന എന്തെങ്കിലും ഒരെണ്ണം ശുദ്ധമായിട്ടുണ്ടോ? മലമൂത്രങ്ങളുടെ കാര്യം പറയുകയേ വേണ്ട. മൂക്ക് പൊത്തിക്കൊണ്ട് ഓടാനേ പറ്റും. പിന്നെ ശരീരത്തിൽ കൊച്ചു കൊച്ചു സുഷിരങ്ങൾ, ഓരോ രോമകൂപവും ഓരോ സുഷിരമാണ്. ആ രോമകൂപങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതാണ് വിയർപ്പിൻ്റെ ദുർഗന്ധം. ഇപ്പം ഈ ശരീരത്തിൽ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു ദ്വാരം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇന്ന ദ്വാരം, ഇതിൽ നിന്ന് ഒരു മാലിന്യവും പുറത്തു വരില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ദ്വാരമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ശുദ്ധിവിഹീനം എന്ന് പറഞ്ഞത്.